പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിലായി. ഒന്നിലധികം കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിനുണ്ട്. ഒപ്പം പൊതുജനങ്ങൾക്കുണ്ട്, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാർക്കുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആരെങ്കിലും പരാതി നൽകിയാൽ, പ്രത്യേകിച്ചും നിയമസഭാ സാമാജികനായതുകൊണ്ട് തന്നെ നിയമസഭയ്ക്കുള്ളിൽ ഉള്ള ഭരണപക്ഷത്തെ MLA ആരെങ്കിലും തന്നെ പരാതി നൽകിയാൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇത് പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അതിനുള്ള അനുമതി സ്പീക്കർ നൽകുകയും ചെയ്യും. അത്തരത്തിൽ ഒരു അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ തനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഭരണഘടനയുടെ 194, 195 വകുപ്പുകളനുസരിച്ച് അല്ലെങ്കിൽ അനുച്ഛേദമനുസരിച്ച് പറയാൻ കഴിയും. വേണമെങ്കിൽ അഭിഭാഷകൻ്റെ സഹായം തേടാനും കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല, ഇരയ്ക്കും ഈ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനുള്ള അവസരം ഉണ്ട്. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിന് നമ്മുടെ MLA തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമാണ് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം 1 അല്ല 2 അല്ല 3 പീഡന കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇപ്പോൾ പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത്. അതിൽ 3ാമത്തെ കേസിലാണ് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ആ കുറ്റത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ് വളരെ വലുതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ കാര്യങ്ങൾ എത്തുക. ആദ്യഘട്ടത്തിൽ കോടതി പോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ പറയാനുള്ള അർഹതയുണ്ട്. വേണമെങ്കിൽ ഒരു നിയമസഹായം കൂടി തേടാം. ഇരയ്ക്കും പറയാൻ കഴിയും. ഇതിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. സ്പീക്കർക്ക് ഇവരുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ നോക്കേണ്ടത് ഒരു പ്രമേയമായി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പ്രമേയം അവതരിപ്പിക്കേണ്ടത് കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം നഷ്ടമാകും. അങ്ങനെ MLA സ്ഥാനം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നീട് നിയമസഭാ സാമാജികനല്ലാതെ പുറത്തേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇയാൾ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അയാളുടെ പേർ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. 1. 2 വർഷം വരെയുള്ള ശിക്ഷ കിട്ടിയാൽ ആണ് സാധാരണഗതിയിൽ ഈ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് MLAക്ക് അല്ലെങ്കിൽ MLAയുടെ സ്ഥാനം നഷ്ടമാവുക. നിലവിൽ തൽക്കാലം MLAയുടെ സ്ഥാനം നഷ്ടമാകും എങ്കിലും, അതായത് പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ തൽക്കാലം MLA സ്ഥാനം നഷ്ടമാകും എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയും. അതാണ് ഇവിടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കോടതിക്ക് മുന്നിൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നില്ല. പക്ഷേ നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് അയാൾ ചെയ്തിരിക്കുന്ന തെറ്റ് എന്താണെന്ന് വ്യക്തമാവുകയും അത് അനുസരിച്ച് അയാൾ പുറത്താക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അയാൾക്ക് മത്സരിക്കാൻ കഴിയും, മത്സരിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. അതേസമയം ആൻ്റണി രാജു കാര്യത്തിൽ അദ്ദേഹത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ടു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ശിക്ഷ കിട്ടിയ ഉടൻ, 2 വർഷത്തിലധികമുള്ള ശിക്ഷ ആയതുകൊണ്ട് തന്നെ ശിക്ഷ കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനവും ഒപ്പം നഷ്ടപ്പെടുകയായിരുന്നു. ഇനി 6 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയത്തുമില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി നിയമസഭയിൽ നിന്ന് പുറത്തു വരുന്നു. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് മത്സരിക്കാൻ കഴിയും. ഇവിടെ ഇത് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ്. തീർച്ചയായും കോൺഗ്രസിൽ ഒരു അംഗം അല്ലാത്ത സാഹചര്യത്തിൽ, കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നിലപാടും എടുക്കാൻ സാധ്യതയില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്.
ജനുവരി മാസം 20-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനങ്ങൾ തുടങ്ങുന്നത്. 2 ഘട്ടങ്ങളിലായി സമ്മേളനം നടക്കും. ആദ്യഘട്ടത്തിൽ ഈ ബഡ്ജറ്റും അതിന് തൊട്ട് പിന്നാലെ ബഡ്ജറ്റ് മേലുള്ള ചർച്ചകളുമൊക്കെ ആയിട്ട് നീണ്ടുപോകുന്ന ഏകദേശം മാർച്ച് വരെ നീളുന്ന തരത്തിലാണ് നിയമസഭയുടെ ടൈം ടേബിൾ ക്രമീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അവസാന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിൽ തന്നെയും ഈ നിയമസഭാ സമ്മേളനം വരുമ്പോഴേക്കും കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണം എന്ന് കാണിച്ചുകൊണ്ടുള്ള പരാതി നിയമസഭാ സ്പീക്കറിന് മുന്നിലെത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സ്പീക്കർ പറഞ്ഞത് തനിക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആലോചിക്കാമെന്ന്. കാരണം സ്പീക്കർക്ക് മാത്രം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം പറയാനുള്ളത് കേൾക്കാൻ, അതാണ് ഈ നമ്മുടെ ഭരണഘടനയിൽ അനുച്ഛേദം 194-ലും 195-ലും പറഞ്ഞു വെക്കുന്നത്. ഇയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, ഇരയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, ഒപ്പം നിയമപരമായി ഇയാൾക്ക് വാദിക്കാനും കഴിയും. ഇങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലും ഇയാൾക്ക് വാദിക്കാൻ ഒരു അവസരമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇയാൾക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കും. ഒരു സംരക്ഷണ വലയം തീർക്കുവാൻ കോൺഗ്രസ് തയ്യാറാകില്ല. പക്ഷേ അവിടെ വീണ്ടും ഇയാൾ ഇന്നലെ വെല്ലുവിളിച്ച് പോയ നമ്മൾ കേട്ടതാണ് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും വിജയിക്കാൻ കഴിയും, അല്ലെങ്കിൽ വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. കാരണം നിയമവ്യവസ്ഥയല്ല വെല്ലുവിളിച്ചെങ്കിൽ പോലും തന്നെ മനഃപൂർവ്വം കേസിൽ കുടുക്കിയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു പക്ഷേ അദ്ദേഹം ആയുധങ്ങളായി നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിലെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കാഠിന്യമേറും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ ആയിരിക്കും ഒരു പക്ഷേ രാഷ്ട്രീയ കേരളത്തിൽ ഉയരുക എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്.